ഹലോ, അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് അടിപൊളി സ്റ്റാർ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ A4 ഷീറ്റാണ് എടുത്തത്. 20 ഷീറ്റ് എടുത്തിട്ടുണ്ട്. 10 ബ്ലൂ കളറും 10 വൈറ്റ് കളറുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ എഡ്ജ് കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് സൈഡിലുള്ള ബാക്കി 2 ഭാഗവും ഇതേപോലെ ആ എഡ്ജിൻ്റെ ലൈനിലോട്ട് ഇതേപോലെ മടക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പുറത്തെ സൈഡും ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് ഞാനിവിടെ മടക്കി മാറ്റി വെക്കണേന്. അപ്പോൾ 2 രൂപയുടെ A4 ഷീറ്റ് പേപ്പറാണ് കേട്ടോ. മൊത്തം അപ്പോൾ 40 രൂപയാണ് എനിക്ക് ചിലവായത്. അങ്ങനെ ഇത് എല്ലാം 10 എണ്ണം മടക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ഷീറ്റ് എടുക്കാം. വൈറ്റ് ഷീറ്റും ഈ സെയിം മെത്തേഡ് തന്നെ ചെയ്താൽ മതി. ഇതേപോലെ എഡ്ജ് നോക്കിയെടുത്തിട്ട് 2 സൈഡും മടക്കി ഇതേപോലെ വെക്കാം. അങ്ങനെ വൈറ്റ് ഷീറ്റിൻ്റെയും എല്ലാം ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റിയിട്ട് ഇനി എന്താണെന്ന് വെച്ചാൽ ഗം ചെയ്യണം. അപ്പോൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതേപോലെ നമ്മൾ മടക്കിയതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതേപോലെ തുറന്ന് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം ഒട്ടിച്ചൊട്ടിച്ച് ഇങ്ങനെ കൊടുക്കാം. ഞാനിവിടെ ഡബിൾ ഷെയ്ഡ് എടുത്തുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് സെയിം കളറാണെങ്കിൽ ഒരു സെയിം കളർ 20 എണ്ണം മേടിച്ചാൽ മതി. അങ്ങനെ അത് ഒട്ടിച്ചതിന് ശേഷം നമുക്കിനി വൈറ്റ് ഷീറ്റും ഇതേപോലെ സെയിം മെത്തേഡ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ സ്റ്റാറൊക്കെ മേടിക്കാനാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും കേട്ടോ. ഇത് ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടോ. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ അന്നേരം ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഏകദേശം കിട്ടും. നമുക്കിങ്ങനെ കിട്ടിയില്ലേ. ഇനി എന്താണെന്ന് വെച്ചാൽ ആ ഷീറ്റ് അവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ നേരെ ലാസ്റ്റ് അടിയിലും ഗമ്മ് ചെയ്യണം. അപ്പോൾ ഒരു T ഷേപ്പിൽ നമ്മൾ ഗം ചെയ്യണം. ഇങ്ങനെ നമ്മൾ 5 എണ്ണം വെച്ചാണ് ചെയ്യണത്. ഞാനിവിടെ ഡബിൾ ഷെയ്ഡ് എടുത്തുകൊണ്ടാണ് ഇടകലർത്തി വെക്കണതെന്ന്. നമുക്ക് നോർമലി ഫുള്ള് ഒരേ കളറാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എങ്ങനെയാണെങ്കിലും വെക്കാം. അപ്പോൾ ഞാൻ ഡബിൾ ഷെയ്ഡ് ആയതുകൊണ്ട് ഇങ്ങനെ ഇടകലർത്തി ഓരോന്നിൻ്റെ മുകളിൽ അടുത്തത് നെക്സ്റ്റ് അങ്ങനെ വെക്കണേണ്. അപ്പോൾ ഇതേപോലെ T ഷേപ്പിൽ വെക്കാം. 5 എണ്ണം വെച്ചാണ് വെക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിലാണ് 5 എണ്ണം വെച്ച് നമ്മൾ ഒട്ടിക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാനിതിൽ 5 എണ്ണം വെച്ചിട്ട് ഇനി ഇതേപോലത്തെ ഒരു ഡിസൈൻ കൊടുക്കണേ കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട്, നമ്മൾ ഫുള്ളായിട്ട് വരച്ചിട്ടില്ല, പകുതി ഇവിടെ നിന്ന് മുകളിൽ നിന്ന് തൊട്ടിട്ട് ചരിഞ്ഞ് അടിയിലോട്ട് ഒരു ഡിസൈൻ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ആ ഡിസൈൻ കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. അങ്ങനെ ആ ഡിസൈൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇനി എന്താണെന്ന് വെച്ചാൽ ഈ സെയിം ഇത് വെച്ച് തന്നെ നമുക്ക് 5 എണ്ണം മാറ്റിയില്ലേ, ഇത് ഫസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതിലോട്ട് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് ട്രേസ് ചെയ്തിട്ട് വീണ്ടും മറ്റേത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലൊരു നൂല് സെറ്റ് ചെയ്യണം. അപ്പോൾ നേരത്തെ നൂലൊന്നും കിട്ടിയില്ല, കയ്യിൽ കിട്ടിയ നൂല് വെച്ചാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇതൊട്ടിച്ചെടുത്തത്. അപ്പം ഞാൻ ഒരു നൂലൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റത്തെ പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാറ്റി വെച്ച 5 എണ്ണം വെച്ച് മാറ്റിയില്ലേ, അതങ്ങാട് ഇതേപോലെ കൂട്ടി ഒന്നും കൂടി യോജിപ്പിച്ചൊട്ടിക്കാം. അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ സെൻറ്ററിൽ നിന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ലൈൻ കൊടുത്ത് അങ്ങനെ ഗം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ നൂല് മാറ്റി ഞാൻ വേറെ കുറച്ചും കൂടി ചെറിയ നൂലാക്കി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നൂല് ഉപയോഗിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്യാൻ വേണ്ടി എന്തായാലും ഒരു നൂല് വേണമല്ലോ. അപ്പോൾ നമ്മുടെ സ്റ്റാർ ഏകദേശം റെഡിയായി. ഇനി നമുക്കിത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇതേപോലെ മെല്ലെ വിടർത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ അടിപൊളി സ്റ്റാറാണ്. കാരണം 40 രൂപേന് മൊത്തം ചിലവ് വന്നാക്കുന്നത്. 2 രൂപേന് ഒരു ഷീറ്റ് പേപ്പറിന് നമുക്കാവണത്. അങ്ങനെ ലാസ്റ്റ് യോജിപ്പിക്കണോടത്തും ഗം ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് വെച്ചു, കാരണം പശ ഒന്ന് ജസ്റ്റ് ഒട്ടാൻ ടൈം എടുക്കുമല്ലോ. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളി സ്റ്റാറാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് നമ്മുടെ വീട്ടിൽ ഹാങ് ചെയ്ത് ഇപ്പോൾ സ്റ്റാറൊക്കെ കൊടുക്കണമെങ്കിൽ നല്ല ഒരു എമൗണ്ട് വേണം. ഇനി നെക്സ്റ്റ് നമ്മളൊരു ചെറിയ സ്റ്റാർ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതിനായിട്ട് ഞാൻ ആ ഫസ്റ്റ് എടുത്ത A4 ഷീറ്റില്ലേ, അതിനെ ഒരു യെല്ലോ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ 4ആക്കി മടക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ പീസ് നമുക്കിനി സ്ക്വയറായിട്ട് കിട്ടണം. അപ്പോൾ ഇതേപോലെ മടക്കി സ്ക്വയർ പീസാക്കിയിട്ട് ഇതേപോലെ ഒരു ത്രികോണാകൃതിയിൽ നമുക്ക് മടക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ ആ എഡ്ജില്ലേ, മൂല, ആ ത്രികോണാകൃതി നമുക്ക് ഇതേപോലെ ഉള്ളിലോട്ട് മടക്കാം. ഇനി എന്താണെന്ന് വെച്ചാൽ അടിയിൽ നിന്ന് ഇതേപോലെ 2 അറ്റവും മടക്കി വെക്കാം കേട്ടോ. ഇനി നമുക്ക് സെൻറ്ററിൽ ഗം ചെയ്ത് കൊടുക്കണം. അങ്ങനെ കുറച്ച് പശ സെൻറ്ററിൽ തേച്ചിട്ട് ആ ബാക്കിയുള്ള 2 ഭാഗവും ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കേണ്ട ഒരു കയ്യിലില്ലേ, അതേപോലെ കിട്ടും കേട്ടോ. അങ്ങനെ 5 എണ്ണവും ഞാൻ ഇതേപോലെ ഒട്ടിച്ചെടുക്കണേണ്. അപ്പോൾ നമുക്ക് 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഗം ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഈ പശ കുറച്ച് ടൈം എടുക്കും ഉണങ്ങാനായിട്ട്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഒട്ടിച്ചപ്പോൾ 2-3 താഴെ ഇങ്ങനെ അടന്ന് വീണു. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അങ്ങനെ 5 എണ്ണവും ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പം നമ്മുടെ സ്റ്റാർ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ സെൻറ്ററിൽ ഒരു ചെറിയൊരു ഫ്ലവർ വെക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.